ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എ സാം ഓഫ് ലൈഫ്. ഇത് എഴുതിയിരിക്കുന്നത് ഹെൻറി വാട്സ്വർത്ത് ഫെലോ എന്ന അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹം 19th സെഞ്ച്വറിയിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം പ്രധാന തീം എന്ന് പറയുന്നത് ഹ്യൂമൻ റെസിലിയൻസ്, മൊറാലിറ്റി, അതുപോലെ പാസേജ് ഓഫ് ടൈം ഇതൊക്കെയായിരുന്നു. എ സാം ഓഫ് ലൈഫ് എന്ന ഈ പോയത്തിൽ ഇവിടെ ഒരു ഡയലോഗ് ബിറ്റ്വീൻ എ യങ് മാൻ ആൻഡ് എ സാമിസ്റ്റ്, അതായത് സാം എന്ന് പറയുന്നത് ഒരു സേക്രട്ട് ആയിട്ടുള്ള സോങ് ആണ്, സങ്കീർത്തനം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സങ്കീർത്തനം കമ്പോസ് എഴുതിയ ഒരാളും ഒരു യങ് മാൻ്റെ ഹൃദയവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഫോമിലാണ് ഈ പോം തന്നിരിക്കുന്നത്. അതൊരു ഡ്രമാറ്റിക് മോണോലോഗിൻ്റെ ഫോമാണ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കവിതകളിൽ ഒരു സ്പീക്കറും കാണും, ഒരു ലിസണറും കാണും. മറ്റൊരാളോട് പറയുന്ന രീതിയിലാണ് ആ കവിത നമ്മളോട് പറയുന്നത്. പക്ഷേ ആ കേൾക്കുന്നയാളുടെ ഒരു റെസ്പോൺസും അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രസൻസ് നമുക്ക് ആ കവിതയിൽ എങ്ങും കാണാൻ പറ്റില്ല. അതാണ് ഡ്രമാറ്റിക് മോണോലോഗ്. അതിൻ്റെ അതുപോലെ തോന്നിക്കുന്ന ഒരു പോമാണ് ഇത്. ഇതിലും ഒരു ലിസണർ ഉണ്ട്, പക്ഷെ ആ ലിസണറുടെ ഒരു പ്രസൻസും നമുക്ക് ത്രൂ ഔട്ട് ഈ കവിതയിൽ അനുഭവപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ പോയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഐഡിയ എന്ന് പറയുന്നത് ഹെൻറി വാട്സ്വർത്ത് വിശ്വസിക്കുന്നത് നമ്മുടെ സങ്കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആ സാമിസ്റ്റ് എഴുതിയിരിക്കുന്നു, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. നമ്മുടെ ആഫ്റ്റർ ലൈഫ്, മരണത്തിന് ശേഷമുള്ള ആഫ്റ്റർ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ഈ ജീവിതത്തിൽ വളരെയധികം ത്യാഗങ്ങൾ സഹിക്കണം, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യണം, നമ്മൾ വളരെ പാസീവായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഐഡിയയെ ഹെൻറി വാട്സ്വർത്ത് ഇവിടെ റിജക്റ്റ് ചെയ്യണം. അദ്ദേഹം പറയുന്നു, ഈ ലോകം എന്ന് പറയുന്നത് നിരന്തരം കലഹങ്ങൾ നിറഞ്ഞ ഒരു ബാറ്റിൽ ഫീൽഡാണ്. ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളും സ്ട്രഗിൾസും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ നമ്മളൊരു സൂപ്പർ ഹീറോയായിട്ട് നിൽക്കണം. അല്ലാതെ ലൈഫിനെ പാസീവായിട്ട് കടന്നു പോകട്ടെ, ഇന്നൊരു ദിവസം പോയി നാളെ അങ്ങനെ നമ്മൾ കടന്നു പോകാൻ അനുവദിക്കാതെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് സൂപ്പർ ഹീറോയായിട്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ വിജയിച്ച് കാണണം. ഇതൊരിക്കലും ഒരു ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല. നമുക്ക് ഓരോ നിമിഷവും കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കാതെ, മുന്നോട്ട് ഭാവിയെപ്പറ്റി ഒരുപാട് ആകുലതപ്പെടാതെ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അങ്ങനെയായിരിക്കണം ജീവിതമെന്നാണ് ഈ കവിതയിലൂടെ ആ യങ് മാൻ്റെ ഹൃദയം സാമിസ്റ്റിനോട് പറയുന്നത്. പിന്നെ നമുക്ക് പോയം നോക്കാം. ഫസ്റ്റ് ലൈൻ, ടെൽ മീ നോട്ട് in a mournful numbers, life is but an empty dream. For the soul is dead that slumbers, and things are not what they seem. Life is real, life is earnest, and the grave is not its goal. ഇവിടെ ഇദ്ദേഹം, ഈ യങ് മാൻ്റെ ഹൃദയം ആ സാമിസ്റ്റിനോട്, ആരാണോ ആ സങ്കീർത്തനങ്ങൾ എഴുതിയേ അദ്ദേഹത്തോട് പറയുകയാണ്. മോൺഫുൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സോറോഫുൾ എന്നാണ്, അല്ലെങ്കിൽ സങ്കടം നിറഞ്ഞ. അപ്പം എന്നോട് സങ്കടം നിറഞ്ഞ വഴിയിൽ എന്നല്ല, സങ്കടം നിറഞ്ഞ രീതിയിൽ എന്നോട് ലൈഫ് ഒന്നുമില്ല, ലൈഫ് ശൂന്യമാണ്, അതൊരു എംറ്റി ആണ് എന്ന് എന്നോട് പറയരുത്. എന്നോട് ലൈഫിനെ പറ്റി ശൂന്യമാണ് എന്ന് പറയരുത്. ലൈഫ് എന്ന് പറയുന്നത് ഒരു ഉറക്കം പോലെയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ പാസീവായിട്ട് അനുഭവിച്ചു പോകേണ്ട ഒന്നാണ് എന്ന് എന്നോട് പറയരുത്. കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നത് പോലെ അല്ല. ലൈഫ് എന്ന് പറയുന്നത് റിയൽ ആണ്, അതൊരു ഏണസ്റ്റ് ആണ്. ആൻഡ് ദ ഗ്രേവ് ഈസ് നോട്ട് ഇറ്റ്സ് ഗോൾ, അതായത് ശവക്കല്ലറ അല്ലെങ്കിൽ മരണമല്ല അതിൻ്റെ അർത്ഥം. പല റിലീജിയനും പറയുന്നു നമ്മൾ ഒരു മരണത്തിന് ശേഷം ഒരു മോക്ഷം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇവിടെ ഇദ്ദേഹം പറയുന്നു, ആ ഒരു ശവക്കല്ലറ അല്ലെങ്കിൽ ഗ്രേവ് അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ, അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. സോ അവർ ലൈഫ് ഈസ് എ പ്രീകഴ്സർ ടു എറ്റേണൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന ആ ഒരു ഐഡിയ, ആ ഒരു സാമിസ്റ്റിൻ്റെ ഐഡിയ, സാമിൽ കൂടി കൺവേ ചെയ്തിരിക്കുന്ന ആ ഐഡിയ പോയിട്ട് ഇവിടെ റിജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ലൈൻ, ഡെസ്റ്റ് ഓർ ആർട്ട് ടു ഡെസ്റ്റ് റിട്ടേണസ്റ്റ് വാസ് നോട്ട് സ്പോക്കൺ ഓഫ് ദി സോൾ, നോട്ട് എൻജോയ്മെൻറ്റ് ആൻഡ് നോട്ട് സോറോ ഇസ് അവർ ഡെസ്റ്റിൻഡ് എൻഡ് ഓർ വേ, ബട്ട് ടു ആക്ട് that each to tomorrow find us farther than today.
ഇപ്പം മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന് പറയുന്നു സങ്കീർത്തനത്തിൽ. അത് ഒരു സോളിൻ്റെ, ഒരു ആത്മാവിൻ്റെ പറച്ചിലല്ല എന്ന് അദ്ദേഹം പറയുന്നു. ആ ഐഡിയയും ഇവിടെ ഹെൻറി വാട്സ്വർത്ത് റിജക്റ്റ് ചെയ്യുകയാണ്. അത് ബോഡിയുടെ കാര്യം മാത്രമാണ്, അതായത് മനുഷ്യൻ്റെ ബോഡിയുടെ കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്, അത് ആത്മാവിൻ്റെ കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം എൻജോയ്മെൻ്റ് ഇല്ല, അതുപോലെ സങ്കടങ്ങളില്ല, ഇതൊന്നുമല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത്. അതായത് കൂടുതൽ സന്തോഷമോ അല്ലെങ്കിൽ കൂടുതൽ സങ്കടങ്ങളോ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഓരോ ദിവസവും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. പ്രശ്നങ്ങൾ എന്തൊക്കെ വന്നോട്ടെ, എന്തൊക്കെ എൻജോയ്മെൻറ്റ് വന്നോട്ടെ, പക്ഷെ വി ഷുഡ് ആക്ട് ബ്രേവ്ലി. നമ്മൾ വളരെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ഫൈൻഡ് us farther than today. ഇന്ന് നമ്മൾ എത്ര ദൂരം പോയോ നമ്മൾ അതിൽ കൂടുതൽ ദൂരം നാളെ കണ്ടെത്തണം. നമ്മൾ എത്ര ദൂരം ഇന്ന് സഞ്ചരിച്ചോ, എത്ര കാര്യങ്ങൾ ചെയ്തോ, അതിൽ കൂടുതൽ ബെറ്റർ ആക്കണം ടുമോറോ. Art is long and time is fleeting, and our hearts tossed out and brave, still like muffled drums are beating funeral march to the grave. Art is long. ഇവിടെ അദ്ദേഹം പറയുന്നു ആർട്ട് എന്ന് പറയുന്നത്, അതായത് കല അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്നൊക്കെ പറയുന്നത് വളരെ നീണ്ടതാണ്, ഇമ്മോർട്ടലാണ്, അതിന് മരണമില്ല. നമ്മുടെ മനുഷ്യന്മാർ മരിച്ചാലും നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കലാപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കാലം നീണ്ടു നിൽക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള പെയിൻറ്റിങ്ങുകൾ, അതുപോലെ ശില്പങ്ങൾ, ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നു. അതൊക്കെ നിർമ്മിച്ചവരെയും നമുക്ക് അറിയാം. നമ്മുടെ കാലത്തൊന്നും ആയിരിക്കില്ല അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു കാര്യമാണ്. ഇതേ സെയിം ഐഡിയ കീറ്റ്സിൻ്റെ ഓഡ് ടു എ ഗ്രേഷ്യൻ ഏൺ എന്നൊരു പോയത്തിലും വരുന്നുണ്ട്. അതായത് ആർട്ട് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, നമ്മുടെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. അപ്പോൾ അതേ ഐഡിയ ആണ് ഇവിടെ ഹെൻറി വാട്സ്വർത്തും പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ലൈഫ് വളരെ ഷോർട്ടാണ്, പക്ഷേ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ നീണ്ടു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ ഹാർട്ട്സ് തോ സ്റ്റൗട്ട് ആൻഡ് ബ്രേവ്. നമ്മുടെ ഹൃദയം വളരെ ധൈര്യമുള്ളതും സ്ട്രോങ് ആയിരുന്നാലും നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഡ്രം പോലെ ബീറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് എപ്പോഴും ഉണ്ട്. അതെന്ന് പറയുന്നത് ഫ്യൂണറൽ മാർച്ച് ടു ദി ഗ്രേവ്. യഥാർത്ഥത്തിൽ ഓരോ ഇടിപ്പും നമ്മളെ ഗ്രേവിലേക്ക് അടുപ്പിക്കുന്നു. അതായത് നമ്മൾ പ്രായമാകും തോറും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്ര ധൈര്യമുള്ളവരാണെങ്കിലും എത്ര ധീരന്മാരാണെങ്കിലും നമ്മുടെ ഹൃദയം സൈലൻ്റ് ആയിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഓരോ ഇടിപ്പും നമ്മുടെ മരണത്തിലേക്കുള്ള മാർച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ശവക്കല്ലറയിലേക്കുള്ള ഒരു മാർച്ചാണ്. നെക്സ്റ്റ്, ഇൻ ദി വേൾഡ്സ് ബ്രോഡ് ഫീൽഡ് ഓഫ് ബാറ്റിൽ, ഇൻ ദി bivouac of life, be not like driven cattle, be a hero in the strife. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഇവിടെ നമ്മളൊരു ബിവോക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടാള ക്യാമ്പ്, ടെമ്പററി ആയിട്ട് പട്ടാളക്കാർ എവിടെയെങ്കിലും കലഹങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു ക്യാമ്പ് ഇടുമല്ലോ കുറച്ച് കാലത്തേക്ക്. അതുപോലാണ് ഈ വലിയ ബാറ്റിൽ ഫീൽഡ് ആകുന്ന ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മളൊരു ചെറിയ കാലത്തേക്ക് ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഡംബായി മാറരുത്, അതായത് നമ്മളൊന്നും കേൾവിയില്ലാത്തവരെ പോലെ പെരുമാറരുത്, അല്ലെങ്കിൽ ഡ്രിവൺ ക്യാറ്റിൽ, ആരോ തെളിച്ചുകൊണ്ട് പോകുന്ന പശുക്കുട്ടികളൊക്കെ പോലെ. അപ്പോൾ അങ്ങനെയൊന്നും ആവരുത്. നമ്മൾ ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ ഒരു സൂപ്പർ ഹീറോയായിട്ട് നിൽക്കണം. സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ കലഹം, പ്രശ്നങ്ങൾ. അപ്പം ജീവിതമാകുന്ന യുദ്ധത്തിൽ നമ്മൾ ഒരു സൂപ്പർ ഹീറോയായിട്ട് ആക്ട് ചെയ്യുക. ട്രസ്റ്റ് നോ ഫ്യൂച്ചർ ഹൗ പ്ലസന്റ്, ലെറ്റ് ദ ഡെഡ് പാസ്റ്റ് ബറി ഇറ്റ്സ് ഡെഡ്, ആക്ട് ഇൻ ദി ലിവിങ് പ്രസൻറ്റ്. നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അത് അങ്ങനെ ആയിത്തീരണമെന്ന് നിർബന്ധമില്ല. അതുപോലെ കഴിഞ്ഞ കാലങ്ങൾ, അതെന്ന് പറയുന്ന പാസ്റ്റ് ഡെഡായി, ഇനി അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ലീവ് ഇൻ ദി പ്രസൻറ്റ്, നമ്മൾ ഈ നിമിഷം ജീവിക്കുക. ആക്ട് ഇൻ ദി ലിവിങ് പ്രസൻറ്റ്, ഇപ്പോഴുള്ള ഈ ഒരു അവസരത്തിൽ നമ്മൾ ആക്ട് ചെയ്യുക. Heart within and gods overhead, lives of great men all remind us. നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ലൈവ്സ് ഓഫ് ഗ്രേറ്റ് മെൻ ഓൾ റിമൈൻഡ് us we can make our lives sublime. നമ്മുടെ ചുറ്റുമുണ്ടായിരുന്ന വലിയ വലിയ മഹാന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്കും നമ്മുടെ ജീവിതം വളരെ മികച്ചത് ആക്കാം. ഓരോ ഗ്രേറ്റ് മെൻ്റെയും ലൈഫ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണ്.
ആൻഡ് ഡിപ്പാർട്ടിങ് ലീവ് ബിഹൈൻഡ് ആസ് ഫുട് പ്രിൻറ്റ്സ് ഓൺ ദി സാൻഡ്സ് ഓഫ് ടൈം. അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും അവരുടെയൊക്കെ കാലടികൾ, ഫുട് പ്രിൻറ്റ്സ് ഇപ്പോഴും മണ്ണിലുണ്ട് എന്ന്. അതായത് വലിയ മഹാരഥന്മാരുടെ ജീവിതം ഇപ്പോഴുള്ള മനുഷ്യരെ ഇപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ നമുക്കും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനാക്കി മാറ്റിക്കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ മഹാത്മാഗാന്ധിയെ പറ്റി ചിന്തിക്കുക. നമ്മുടെ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യവും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവൃത്തിയും നമ്മളിപ്പോഴും തിരിച്ചറിയുന്നു. അപ്പോൾ ഓരോ വലിയ ഗ്രേറ്റ് മെന്നും അവർ കടന്നുപോയെങ്കിലും അവരുടെ ഫുട് പ്രിൻറ്റ്സ് ഇപ്പോഴും ഇവിടെയുണ്ട്. Footprints that perhaps another sailing over life's solemn main, a forlorn and shipwrecked brother saying, shall take heart again. അപ്പോൾ എന്തെങ്കിലും ദുരിതങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ ഉഴറി നടക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ആ ഗ്രേറ്റ് മെന്നിൻ്റെ ലൈഫ് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. Let us then be up and doing with a heart for any fate, still achieving, still pursuing, learn to labor and to wait. അപ്പം നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ജോലി ചെയ്യണം, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. അതുപോലെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റും പ്രോഗ്രസ്സും ഉണ്ടാകണം. എപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. പാസ്റ്റ് കഴിഞ്ഞു പോവട്ടെ, ഫ്യൂച്ചറിനെ പറ്റി ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ജീവിക്കുന്ന പ്രസൻറ്റിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അതായത് ഗ്രേറ്റ് മെൻ നമ്മളെ എങ്ങനെ ഇൻസ്പയർ ചെയ്തോ അങ്ങനെ തന്നെ നമ്മുടെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ജീവിതമാകുന്ന ബാറ്റിൽ ഫീൽഡിൽ ബി എ സൂപ്പർ ഹീറോ.